പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിശ്വാസത്തിന്റെ ചില തലങ്ങളിലൂടെ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുക. വിശ്വാസികൾ അന്യോന്യം ചെയ്യാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, നമ്മൾ അന്യോന്യം ദുഷിക്കരുത്. കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, പരസ്പരം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്, ദുഷിക്കരുത്. രണ്ടാമത് കർത്താവ് നമ്മളോട് പറയാണ്, അന്യോന്യം വിധിക്കരുത്. എന്തിനാ പറഞ്ഞതെന്ന് അറിയാവോ? നിങ്ങളും വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങളും വിധിക്കരുത്. മൂന്നാമത് കർത്താവ് പറയാണ്, അന്യോന്യം പിറുപിറുക്കരുത്. എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ മോശയ്ക്കും ദൈവത്തിനുമെതിരെ പിറുപിറുത്ത ഇസ്രായേൽ മക്കള് അതുമൂലം അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നമ്മോട് പറയാണ്, നിങ്ങൾ പരസ്പരം പിറുപിറുക്കരുത്. നാലാമതായി, അന്യോന്യം വലിപ്പം കാണിക്കരുത്. എനിക്ക് ഇച്ചിരി കഴിവ് കൂടുതലുള്ളവനാ, എനിക്ക് ഇച്ചിരി അറിവ് കൂടുതലാ, എനിക്ക് ഇച്ചിരി പണമുണ്ട്, എനിക്ക് നല്ലൊരു വാഹനമുണ്ട്, ഞാൻ ഇച്ചിരി ഗെറ്റപ്പുള്ളവനാണ്. വലിപ്പം നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കാണിച്ചാൽ അത് ദൈവത്തിന് ഇഷ്ടമല്ലെന്ന കർത്താവ് പറഞ്ഞത്. അഞ്ചാമത് പറയുകയാണ്, അന്യോന്യം ഒന്നും കടപ്പെട്ടിരിക്കരുത്. അതിന്റെ അർത്ഥം വേലക്കാരന് കൂലി കൃത്യമായിട്ട് കൊടുക്കണം. അന്യന്റെ ഒരു വസ്തുവകകളും നമ്മൾ പിടിച്ചു പറിക്കരുത്. അളവിലും തൂക്കത്തിലും ഒരു കാരണവശാലും ആരെയും തോൽപ്പിക്കരുത്. ആർക്കും പ്രയാസപ്പെടുത്തുന്നതൊന്നും ചെയ്യരുതെന്ന് കർത്താവ് പറയുകയാണ്. ഏഴാമതായി, അന്യോന്യം വ്യവഹാരം കാണിക്കരുത്. അവിടുന്ന് കർത്താവ് പറയുകയാണ്, അന്യോന്യം വ്യവഹാരം കാണിക്കരുത്. കാരണം നമ്മൾ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന വഴിയിലേക്കൊന്നും പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവകൃപയിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അന്യോന്യം ഇടർച്ച വരുത്തരുതെന്നും കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാൾക്ക് ഇടർച്ച വരുത്തിയാൽ, ഇടർച്ച വരുത്തുന്നതിനോട് കർത്താവ് പറഞ്ഞാണ്, നീ ഒരു തിരിക്കല്ല് കെട്ടി കടലിൽ പോയി വീഴുന്നതാണ് അതിനേക്കാൾ നല്ലത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്, വ്യവഹാരം ചെയ്യരുത്. നമ്മൾ തട്ടിപ്പറിച്ചും അത് പൊട്ടിത്തെറിച്ചു പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകും. നമ്മൾ വിശ്വസ്തരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അന്യോന്യം വ്യർത്ഥ അഭിമാനികളാകരുത്. വ്യർത്ഥമായി നമ്മൾ ഒന്നിനും പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അവിശ്വാസിയെ പോലെ പെരുമാറിയാൽ അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളതോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടുള്ളൂ. ഒമ്പതാമത്, ഫോസ്ക് പറയരുത്. എന്നാ പറയരുത്? ഫോസ്ക് പറയരുത്. പൊട്ടച്ചല്, കളിവാക്ക്, ചേർച്ചയില്ലാത്തതൊന്നും പറയരുത്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആത്മീയമായി ഉണർത്തുന്നതും ആത്മീയമായി അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നതുമായിരിക്കും. തളർന്നവനെ താങ്ങുവാൻ ദൈവം നമുക്ക് ശിക്ഷന്റെ നാവ് തന്നെങ്കിൽ, യെശയ്യാ പുസ്തകം 54 പറയുന്നത് പോലെ, തളർന്ന അല്ലെങ്കിൽ വേദനിക്കുന്നവനെ അവന്റെ സങ്കടങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസ വാക്ക് പറയേണ്ട ഒരു നാവ നമുക്ക് തന്നത്. നമ്മുടെ കൂടെ വേദനിക്കുന്നവർ കാണിയല്ലേ, പ്രയാസപ്പെടുന്നവർ കാണിയല്ലേ, ദുഃഖിക്കുന്നവർ കാണിയല്ലേ, അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മൾ അങ്ങനെയൊന്ന് നമ്മൾ വാക്കുകൾ പറഞ്ഞാൽ എത്ര അനുഗ്രഹമാകും. ഒത്തിരി ദേഷ്യപ്പെട്ട് വരുന്നവരോട് വളരെ സൗമ്യമായി ഒന്ന് സംസാരിച്ചേ, അവിടെ എത്ര അനുഗ്രഹമാകും. അടുത്തത് നോക്കാം നമുക്ക്. അന്യോന്യം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കണ്ടോ, എന്തെങ്കിലും വാക്ക് പറഞ്ഞ് നമുക്ക് വിഷമം വന്നു,
വെറുപ്പായി, കോപമായി, വാശിയായി, അവരുടെ വിവാഹത്തിന് വിളിച്ചാൽ പോകുകയില്ല, അവരുടെ ആരെങ്കിലും മരിച്ചാൽ പോകുകയില്ല, തമ്മിൽ എന്തെങ്കിലും വെറുപ്പ്. പ്രിയമുള്ളവരെ, അങ്ങനെ വെക്കരുത്. അങ്ങനെ വെച്ചാൽ എപ്പോഴാണ് നമ്മൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ ദൈവം അനുവദിക്കുന്നില്ല. അന്യോന്യം ചതിക്കരുത്. 11ാമത്തെ കാര്യമാണ് അന്യോന്യം ചതിക്കരുത്. നമ്മുടെ സഹോദരനെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ജീവിതം കൊണ്ടോ ഒരു കാര്യത്തിലും ചതിക്കരുത്. വിശ്വസ്തരായിരിക്കണം. കർത്താവ് പറഞ്ഞ കാര്യമാണ്, നമ്മൾ എങ്ങനെയായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. വിശ്വാസികൾ അന്യോന്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇതൊന്നും ചെയ്യാതെ ഈ പ്രഭാതം നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി കർത്താവിനോട് കൂടെ നമുക്ക് ഇന്നത്തെ ദിവസം, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. ഈ 11 കാര്യങ്ങൾ നമ്മൾ കർത്താവിനോട് കൂടെ ചെയ്യണം, ജീവിക്കണം. നമ്മുടെ വാക്കുകൊണ്ട് ആർക്കും ഒരു വേദന വരരുത്. വേദന വരാത്ത വണ്ണം, കർത്താവേ, ഞാൻ അരുതാത്തതൊന്നും എൻ്റെ നാവിൽ വരരുത്. സ്തുതിയും പ്രാർത്ഥനയും നന്മയും അനുഗ്രഹവും മാത്രമേ നീ ശരിയാവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവെ, നല്ല ദൈവമേ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം നിന്റെ കൃപ ഓരോരുത്തരുടെ നാവിൽ വെളിപ്പെടണം. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.